സ്ഥിരതാമസമാക്കുന്ന മലയാളി പ്രവാസികൾക്കും H1B/L1 വിസകളിൽ ജോലി ചെയ്യുന്ന IT പ്രൊഫഷണലുകൾക്കും ഗ്രീൻ കാർഡിനും വർക്ക് പെർമിറ്റിനുമായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്കും കടുത്ത മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS നിന്നും അത്യന്തം നിർണായകമായ ഒരു നയമാറ്റം പുറത്തു വന്നിരിക്കുന്നു. അപേക്ഷകളിൽ എന്തെങ്കിലും രേഖകൾ കുറവോ തെറ്റുകളോ ഉണ്ടായാൽ അത് തിരുത്താൻ മുൻപ് നൽകിയിരുന്ന സാവകാശവും നിയമപരമായ സുരക്ഷാ വലയവും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അപൂർണമായ ഇമിഗ്രേഷൻ ഹർജികൾ മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നേരിട്ട് തള്ളാൻ ഇമിഗ്രേഷൻ ഓഫീസർക്ക് പൂർണ്ണ വിവേചനാധികാരം നൽകുന്ന പുതിയ നയവിജ്ഞാപനം USCIS പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നു. പോളിസി അലേർട്ട് 2026-05 എന്ന പേരിൽ പുറപ്പെടുവിച്ച പുതിയ റെഗുലേറ്ററി ഉത്തരവ് പ്രകാരം പാൻഡമിക് കാലഘട്ടത്തിലും അതിനുശേഷവും നിലവിലുണ്ടായിരുന്ന ആശ്വാസ നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുൻപ് ഒരു ഇമിഗ്രേഷൻ അപേക്ഷയിൽ ആവശ്യമായ പ്രാഥമിക പ്രമാണങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നുപോവുകയോ അല്ലെങ്കിൽ അപേക്ഷകന്റെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ കുറവായിരിക്കുകയോ ചെയ്താൽ USCIS ഓഫീസർമാർ അപേക്ഷ നിരസിക്കുന്നതിന് മുൻപായി റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഡിനേ എന്നിവ നൽകി വ്യക്തത വരുത്താൻ അവസരം നൽകിയിരുന്നു. ഇത് പിഴവുകൾ തിരുത്താനും അധികം തെളിവുകൾ ഹാജരാക്കാനും അപേക്ഷകർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ 2026 ഓഗസ്റ്റ് 5 മുതൽ നിലവിൽ വന്ന പുതിയ നിയമചട്ടപ്രകാരം ഈ ആനുകൂല്യം പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ അപേക്ഷ സമർപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ അപേക്ഷകൻ തനിക്ക് ആ ആനുകൂല്യത്തിന് നിയമപരമായ യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും അഥവാ പൂർണ്ണമായ പ്രാഥമിക രേഖകളും ഹാജരാക്കിയിരിക്കണം. അപേക്ഷയിൽ എന്തെങ്കിലും ആവശ്യ രേഖകൾ കുറവുണ്ടെന്ന് കണ്ടാൽ ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഡിനേ നൽകാതെ തന്നെ അപേക്ഷ ഉടനടി റിജക്ട് ചെയ്യാം. അതായത് ഒരൊറ്റ പിഴവ് കൊണ്ട് നിങ്ങളുടെ ഗ്രീൻ കാർഡ്, H1B വിസ അപേക്ഷ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ നിമിഷങ്ങൾക്കുള്ളിൽ തള്ളപ്പെടാം. ഈ നയമാറ്റം അമേരിക്കയിലുള്ള മലയാളി പ്രവാസികളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡിനായി ഫോം I-485 അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് സമർപ്പിക്കുന്നവർ, തൊഴിലുടമകൾ വഴി ഫോം I-140 ഫയൽ ചെയ്യുന്നവർ, H1B എക്സ്റ്റൻഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നവർ, ഒപ്പം EAD അഥവാ ഫോം I-765 വർക്ക് പെർമിറ്റ് അപേക്ഷകൾ എന്നിവരെല്ലാം ഇനി മുതൽ കടുത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പ് വിട്ടുപോകുക, തെറ്റായ ഫീസ് ഉള്ളടക്കം ചെയ്യുക, ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയോ മാരേജ് സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പുകൾ വെക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷകൾ കൃത്യമായി വെരിഫൈ ചെയ്യാതിരിക്കുക തുടങ്ങിയ നിസ്സാര കാരണങ്ങൾക്ക് പോലും ആപ്ലിക്കേഷൻ നേരിട്ട് ഡിനേ ചെയ്യപ്പെടാം. അപേക്ഷ നിരസിക്കപ്പെടുന്നതോടെ നിങ്ങൾ അടച്ച വലിയ ഫയലിംഗ് ഫീസുകൾ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ നിയമപരമായ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് അവസാനിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ലേ ഓഫ് നേരിട്ട് 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കഴിയുന്ന H1B ജീവനക്കാരെയാണ് ഈ പുതിയ റൂൾ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത്. സാവകാശം ലഭിക്കുന്നതിനായി ഫോം I-539 വഴി B1, B2 വിസിറ്റർ വിസയിലേക്ക് സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യാൻ അപേക്ഷിക്കുന്നവർ ആവശ്യമായ എല്ലാ സാമ്പത്തിക തെളിവുകളും ഉദ്ദേശവും തെളിയിക്കുന്ന രേഖകളും ആദ്യ ദിനം തന്നെ സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ അപേക്ഷകൾ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് പോലും ഇല്ലാതെ തള്ളപ്പെടാം. B2 വിസ തള്ളപ്പെടുന്നതോടെ അമേരിക്കയിൽ തുടരാനുള്ള നിയമപരമായ സാവകാശം അവസാനിക്കുകയും ഉടനടി രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ F1 സ്റ്റുഡന്റ് വിസയിലുള്ള വിദ്യാർത്ഥികളുടെ OPT, STEM OPT അപേക്ഷകളിലും ചെറിയ തെറ്റുകൾ വരുന്നത് വിസ റദ്ദാക്കപ്പെടാൻ കാരണമാകും. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഡിനേ അയക്കാൻ തീരുമാനിച്ചാൽ പോലും അതിന് മറുപടി നൽകാനുള്ള സമയപരിധിയിൽ USCIS കടുത്ത വെട്ടിച്ചുരുക്കലുകൾ വരുത്തിയിട്ടുണ്ട്. മുൻപ് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് നൽകിയിരുന്ന 12 ആഴ്ചത്തെ സമയപരിധി ഇനി മുതൽ പരമാവധി അപ്പർ ലിമിറ്റ് മാത്രമായിരിക്കും. ഓഫീസർമാർക്ക് ഇതിലും കുറഞ്ഞ സമയപരിധി നിശ്ചയിക്കാൻ അധികാരമുണ്ട്. കൂടാതെ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഡിനേ മറുപടി നൽകാനുള്ള സമയം 30 ദിവസമായി കർശനമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറുപടി അയക്കുന്ന അപേക്ഷകർക്ക് മുൻപ് നൽകിയിരുന്ന അധിക 14 ദിവസത്തെ വിദേശ മെയിലിംഗ് ബഫർ പൂർണ്ണമായും റദ്ദാക്കി 3 ദിവസമാക്കി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനു പുറമെ കുടുംബ ബന്ധങ്ങൾ തെളിയിക്കുന്നതിനുള്ള അപേക്ഷകളിൽ കൃത്യമായ രേഖകൾ ഇല്ലെങ്കിൽ DNA ടെസ്റ്റിംഗിന് നിർദ്ദേശിക്കാനുള്ള പുതിയ പോളിസി അലേർട്ട് നയവും ഇതിനോടൊപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപേക്ഷകളിലെ കൃത്രിമത്വവും വ്യാജമായ റോളുകൾ സൃഷ്ടിച്ച് ജോലി നേടുന്ന രീതിയും പൂർണ്ണമായി തടയുകയാണ് ഈ കർശന നടപടികളിലൂടെ USCIS ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൽ അമേരിക്കയിലുള്ള പ്രവാസി മലയാളികളും IT ഉദ്യോഗസ്ഥരും നിർബന്ധമായും പാലിക്കേണ്ട 4 പ്രധാന കാര്യങ്ങൾ ഉണ്ട്.
ഒന്നാമതായി, നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ഫോമുകളുടെ ഏത് എഡിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് USCIS വെബ്സൈറ്റ് വഴി കൃത്യമായി ഉറപ്പുവരുത്തുക. കാലഹരണപ്പെട്ട ഫോമുകൾ ഉപയോഗിച്ചാൽ അപേക്ഷ നേരിട്ട് നിരസിക്കപ്പെടും. രണ്ടാമതായി, ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള മുഴുവൻ പ്രൈമറി എവിഡൻസുകളും ഫയലിംഗിനൊപ്പം വെച്ചിട്ടുണ്ട് എന്ന് 3 തവണ പരിശോധിക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് പകർപ്പുകൾ, ഫോം I-94 രേഖകൾ, പേ സ്റ്റാമ്പുകൾ, ജോലി വാഗ്ദാന കത്തുകൾ എന്നിവയെല്ലാം പൂർണ്ണമായി സമർപ്പിക്കണം. മൂന്നാമതായി, സ്വയം അപേക്ഷ സമർപ്പിക്കുന്നതിന് പകരം അനുഭവസമ്പന്നരായ ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ സേവനം പ്രയോജനപ്പെടുത്തുക. സമർപ്പിക്കുന്നതിന് മുൻപ് ഫയലുകൾ പൂർണ്ണമാണെന്ന് ലീഗൽ ടീമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കുക. നാലാമതായി, നിലവിൽ USCIS-ൽ അപേക്ഷ പെൻഡിംഗിലുള്ളവർ തങ്ങളുടെ റെക്കോർഡുകൾ വീണ്ടും പരിശോധിച്ച് എന്തെങ്കിലും പ്രധാന രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലീഗൽ അഡ്വൈസോടെ സപ്ലിമെന്ററി തെളിവുകൾ മുൻകൂട്ടി സജ്ജമാക്കി വെക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിൽ ഉണ്ടാകുന്ന ഈ വലിയ മാറ്റങ്ങൾ നിസ്സാരമായി കാണരുത്. ഒരു ചെറിയ അശ്രദ്ധ പോലും നിങ്ങളുടെ വർഷങ്ങളുടെ പരിശ്രമവും അമേരിക്കൻ സ്വപ്നങ്ങളും തകർത്തേക്കാം. US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ വാർത്തകൾ കൃത്യതയോടെ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.